ആ, ഡോക്ടറെ അറിയാം, അമ്മയ്ക്കൊക്കെ അറിയുന്ന ഡോക്ടറാണ്. അപ്പം എനിക്കൊരു പേടിയുണ്ട് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. എനിക്കാകെ വയ്യാണ്ടിരിക്കുവാണ്. വയ്യാണ്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വൊമിറ്റിംഗ് ഉണ്ട്, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. എന്റെ പൊന്നു സുഹൃത്തെ, താൻ ആദ്യം ഒന്ന് റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കും. ഈ ഡ്രാമ കാണിക്കുന്നവർ എനിക്ക് ഇഷ്ടമേ എന്ത് അല്ല. ഡ്രാമ എന്നാണ് പറയുന്നത്? എനിക്ക് വയ്യാണ്ടിരിക്കാൻ ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ നിന്നോട് കഴിഞ്ഞ ദിവസം ഇതിനെ പറ്റി സംസാരിച്ചപ്പോൾ നീ എന്നോട് പറഞ്ഞത് ഇന്നുകൊണ്ട് ലോകം അവസാനിക്കാൻ പോകല്ലോ, എനിക്കൊരു സമയം എന്താ എന്ന് പറഞ്ഞു. എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്കിത് ആരോടും പറയാനും പറ്റുന്നില്ല. ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞ് ഈ ഡ്രാമ ഒന്ന് നിർത്ത്. ഈ 1-ാം മാസത്തിൽ എന്തൊക്കെ ഉണ്ടാകാൻ പറ്റുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. ചുമ്മാ ഡ്രാമ പേരെ കണ്ടിട്ടുണ്ടാവും. എനിക്ക് എന്റെ കാര്യം മാത്രമേ എനിക്കറിയുള്ളൂ. ആദ്യത്തെ ദിവസം അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചു. ഹോസ്പിറ്റലിൽ പോകും, അതിനല്ലേ ബാക്കി കാര്യങ്ങൾ. എന്തിനാണ് ഇങ്ങനൊരു മാറ്റം വരുന്നത്? ഇത് ആരുടെ പ്ലാനാണ്? എന്റെ പ്ലാനാണോ? എന്റെ പ്ലാനാണോ? ആർക്കാണ് കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാനാണോ? പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ലാസ്റ്റ് മൊമെന്റിൽ ഇങ്ങനെ മാറുന്നത്? ഇങ്ങനെ എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്? നിങ്ങൾക്കല്ലേ ഇതിന് വേണം എന്ന് പറഞ്ഞോണ്ടിരുന്നത്? എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്കറിയാം, നിങ്ങൾ ഒരുപാട് മാറി. ഇങ്ങനൊന്നും ആയിരുന്നില്ല. ഇത് വേണമെന്ന് വാശി പിടിച്ചതാരാ? ഞാനാണോ? വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കാണ് വേണം എന്നും പറഞ്ഞിട്ട്. നിങ്ങളുടെ പ്ലാനിങ് തന്നെയല്ലേ, എൻ്റെ അല്ലല്ലോ.